ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ചന്ദ്രമതി ആണെങ്കിലും നമ്മുടെ രേവതി ആണെങ്കിലും ഗസ്റ്റുകൾക്ക് സദ്യയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ ഇതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമൊന്നുമല്ല, നിൻ്റെ വീട്ടിൽ നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുവന്നെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മളെ വർഷയ്ക്ക് ദേഷ്യം വന്നിട്ടാണെങ്കിൽ വർഷ ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി ഇതാണെങ്കിൽ രേവതി ചേച്ചിയുടെ വീട്ടിൽ നിന്നല്ല കൊണ്ടുവന്നത്, തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചന്ദ്രമതി പറയുന്നുണ്ട്, വേണ്ട നിനക്കാണെങ്കിൽ ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് സോക്കേട് കൂടിയിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ വർഷയെടുത്ത് അങ്ങനെ വർഷ പറയുന്നുണ്ട്, അതെ ആൻറ്റി എന്നെ ദേഷ്യം പിടിപ്പിക്കായിരുന്നു, ആൻറ്റിക്ക് തന്നെ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമ്മൾ ഗസ്റ്റുകളൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ രേവതി പറയുന്നുണ്ട്, മലേഷ്യയിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ചന്ദ്രമതിയുടെ മുഖത്ത് പോയിട്ട് ഭയങ്കര പുഞ്ചിരിയൊക്കെ വിടരുന്നുണ്ട്. അയ്യോ മലേഷ്യയിൽ നിന്നായിരുന്നു, നേരത്തെ പറയണ്ടായിരുന്നു, അപ്പം നമ്മൾ ശ്രുതിയുടെ അച്ഛനെയും അമ്മയൊക്കെ അറിയായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതി എന്നും കിടന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രുതിയാണെങ്കിൽ ഇത് മുകളിൽ നിന്ന് കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ സംസാരിക്കുന്നതൊക്കെ അങ്ങനെ നമ്മൾ ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയെ കിടന്ന് വിളിക്കുന്നതാണ്. ശ്രുതിയാണെങ്കിൽ പയ്യെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ശ്രുതിയുടെ കള്ളത്തരം പൊളിയോ എന്തുവാ എന്നൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.